അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് മരുമക്കൾക്ക് തങ്ങളുടെ ഭർതൃപിതാവിൻ്റെയും ഭർതൃമാതാവിൻ്റെയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളുണ്ടോ, അവരെ സംരക്ഷിക്കേണ്ടുന്ന, അവരെ പരിചരിക്കേണ്ടുന്ന ആവശ്യമുണ്ടോ, അങ്ങനെ ഒന്ന് ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ, ഇസ്ലാമികമായ സമ്പ്രദായങ്ങളിൽ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യവും ചർച്ചയും നമ്മൾ ഈയിടെയായിട്ട് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഒരു ഭംഗിവാക്കായിട്ട് പറയാറുണ്ട്, അവളെൻ്റെ മകളെ പോലെയാണ്, അല്ലെങ്കിൽ തിരിച്ച് അവനെൻ്റെ മകനെ പോലെ തന്നെയാണ് എന്ന് മരുമക്കളെക്കുറിച്ച് ഫാദറിനിലോ അല്ലെങ്കിൽ മദറിനിലോ, അമ്മോശൻ, അമ്മായിമ്മ പറയാറുണ്ട് പലരും. നേരെ തിരിച്ചും മരുമക്കൾ തങ്ങളുടെ അമ്മായിമ്മ, അമ്മാശനെക്കുറിച്ച് എൻ്റെ ഉപ്പയെപ്പോലെ തന്നെയാണ്, ഉമ്മയെപ്പോലെ തന്നെയാണ് എന്നൊരു ഭംഗിവാക്കായിട്ട് പലപ്പോഴും പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ഭംഗിവാക്കല്ല എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ ശക്തമായ ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻലോ ബന്ധം എന്ന് പറയുന്നത്. ഇൻലോ ബന്ധം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മരുമക്കളും അമ്മായിമ്മ, അമ്മാശനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ ശക്തമാണ്. ഇത് പറയാൻ കാരണം, ഇപ്പോൾ രണ്ട് പേർ, ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ ആ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ആ ബന്ധം ശക്തം തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് പിരിയേണ്ടി വന്നാൽ, അവർ വിവാഹമോചനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, വിവാഹമോചനവും അതിൻ്റെ യുദ്ധ പീരീഡും കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തീർത്തും രണ്ട് വ്യക്തികളാണ്, അന്യരാണ്. എന്നാൽ ഈ പറയുന്ന അമ്മായിമ്മ, അമ്മോശൻ, മരുമക്കൾ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു തൊലാഖിലൂടെയോ മറ്റോ പിരിക്കാൻ പറ്റുന്ന ബന്ധമല്ല. അവർ മഹ്റമാണ്. വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള, പിന്നെ തനിച്ച് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഹിജാബിൻ്റെ നിയമങ്ങളിലൊക്കെ ഇളവുള്ള, സ്വന്തം മാതാപിതാവിൻ്റെ മുമ്പിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അപ്പോൾ അവർക്ക് മഹ്റമാണ് അവർ. ഫാദറിനിലോ മദറിനിലോ മരുമക്കൾ, അവർക്കിടയിൽ വിവാഹബന്ധം പാടില്ല. അത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞാൽ പോലും അതങ്ങനെ തന്നെ നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ ശക്തമായ ബന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇതൊരു സാങ്കേതികമായ ഒരു കാര്യം മാത്രമല്ല. ഇപ്പോൾ നമ്മൾ മാതാപിതാക്കളെ പരിചരിക്കുന്നതിൻ്റെ പ്രാധാന്യം, അവരോട് കരുണ കാണിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ ധാരാളമായിട്ട് പറയുന്നുണ്ടല്ലോ. അത് പക്ഷേ സ്വന്തം മാതാപിതാക്കൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഡോക്യുമെൻ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഡോക്യുമെൻ്റ് ഇല്ല എന്നുള്ളതല്ല, നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സംഭവം, 3 പേർ ഒരു ഗുഹയിൽ കുടുങ്ങിയ സംഭവം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ പറയുന്ന 3 പേരും വളരെ ഒരു സാഹസിക യാത്രയോ മറ്റോ നടത്തിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു മലമുകളിൽ ഒരു ഗുഹയിൽ പെട്ടുപോയി. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടും എത്ര തള്ളിയിട്ടും ആ ഗുഹാ കവാടത്തിൽ വന്നടഞ്ഞ പാറക്കല്ല് നീക്കാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയായിട്ട് അവർ മനസ്സിലാക്കുന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ കല്ല് അല്പാൽപമായി മുഴുവനായിട്ടും നീങ്ങി എന്നുള്ളതാണ്. അതിലൊന്ന്, ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ ജോലിയെടുത്ത് അധ്വാനിച്ച് വീട്ടിലേക്കുള്ള വല്ല വകയുമായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും രാത്രിയായിട്ടുണ്ടാവും. എൻ്റെ മാതാപിതാക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഒരിക്കൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പാലുമായിട്ട്, എന്നാണ് എൻ്റെ ഓർമ്മ, വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മാതാപിതാക്കൾ ഉറങ്ങിയിട്ടുണ്ട്. എൻ്റെ മക്കൾ, ഭാര്യയൊക്കെ, അവരൊക്കെ വിശന്നിരിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ കഴിക്കുന്നതിന് മുൻപ് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് എൻ്റെ മാതാപിതാക്കളെ സേവിക്കുക, അവർക്ക് കൊടുക്കുക എന്നുള്ളത് പ്രഥമ പരിഗണനയായിട്ട് ഞാൻ കണ്ടു. എന്നിട്ട് അവർ എഴുന്നേൽക്കുവോളം ഞാൻ കാത്തിരുന്നു. അങ്ങനെ ഏകദേശം പുലർച്ചെ നേരം വെളുക്കുവോ എന്ന സമയത്താണ് അവർ എഴുന്നേറ്റത്. അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പോലെ
മാതാപിതാക്കളൊന്നുമല്ല എന്ന് പറയുന്ന അവസ്ഥയല്ല. അതായത് ആ ഒരു പ്രവൃത്തിയോട് ആ ചെറുപ്പക്കാരൻ്റെ കൂടെ ഭാര്യയും മക്കളും സഹകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സഹകരിക്കുന്നൊരവസ്ഥയില്ലെങ്കിൽ അവിടെ ഒരു കലഹം തന്നെ ഉണ്ടാകുമല്ലോ. അവർ ഉറങ്ങുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി തന്നെയാണ് ഞങ്ങളെ കാത്തിരുത്തുന്നത്. ഇതൊരു നിയമത്തിൻ്റെ മാത്രം ഭാഷയിലൂടെ സംസാരിക്കാവുന്നതും തീരുമാനിക്കാവുന്നതായിട്ടുള്ള കാര്യമല്ല. അതിലപ്പുറം ഉള്ള ചില വൈകാരികതകൾ, അപ്പുറമുള്ള ചില ധാർമ്മികതകൾ അതുണ്ട് എന്നുള്ളതാണ്. ഈ ധാർമ്മികത തീർച്ചയായിട്ടും ഏകപക്ഷീയമാവരുത്. അങ്ങനെ പലപ്പോഴും ഏകപക്ഷീയമാകുന്നത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതും ഇതൊരു കലഹത്തിലേക്കും ഒക്കെ പോകുന്നതും. ഇപ്പോൾ ഒരു മരുമകൾക്ക് അവളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളോട് കടമകളുണ്ട്, അവരെ പരിചരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് തിരിച്ചുമുണ്ട്. അത് പലപ്പോഴും ഇല്ലാതെ ഏകപക്ഷീയമാകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും എന്തിനാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ള വാദം വരുന്നത് അവിടെ നിന്നാണ്. തീർച്ചയായിട്ടും ഒരു മരുമകന് അയാളുടെ ഭാര്യയുടെ മാതാപിതാക്കളോടും ഇതേ നിലയിലുള്ള ചുമതലകളും ബാധ്യതയും ഉണ്ട്. അതുകൂടി നിറവേറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ അതെത്രയുണ്ടോ ഒരു മരുമകന് ഭാര്യയുടെ മാതാപിതാക്കളോട് എത്രമാത്രം കടപ്പാടും ചുമതലകളും ബാധ്യതയുമുണ്ടോ അത്രമാത്രം കടപ്പാടും ചുമതലയും തിരിച്ച് മരുമകളെ സംബന്ധിച്ച് അവളുടെ അമ്മായിയമ്മ അമ്മാശനോട് ചുമതലകളുണ്ട്. അത്രയേ ഉള്ളൂ എന്നുകൂടി നമ്മളിതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷെ അതുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ മരുമകനെ സംബന്ധിച്ചാണെങ്കിലും മരുമകളെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ അമ്മായിയമ്മ അമ്മാശനോട് ചുമതലകളുണ്ട്. അവരോട് നന്മയിൽ വർത്തിക്കുക എന്നുള്ളത്. വലാ തഖൂൽ ലഹുമാ ഉഫ്, അവരോട് ഛേ എന്ന് പോലും പറയരുതെന്ന് പറഞ്ഞത് സ്വന്തം മാതാപിതാക്കളോട് മാത്രമല്ല, ഭർത്താവിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കളോട് കൂടിയാണ്. ഛേ എന്നുള്ളതൊരു വാക്ക് മാത്രമല്ല, അനിഷ്ടം പ്രകടിപ്പിക്കുന്ന, ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു തരത്തിൽ ഇറിറ്റേഷൻ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കോ ഒരു ശബ്ദമോ ഒരു പെരുമാറ്റമോ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അവരുടെ അടിമകളായി കഴിയണം എന്നൊന്നുമല്ല. പ്രായമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ വാശികളുണ്ടാവും, അനാവശ്യമായ ഇടപെടലുകളുണ്ടാവും. അതൊക്കെ നമ്മളൊരു നയപരമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം മാതാപിതാക്കളാണെങ്കിലും അവരെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കുമ്പോൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്കതിൽ അസ്വസ്ഥത ഉണ്ടാകും. പക്ഷെ നമ്മളതിൻ്റെ പേരിൽ അവരോട് കലഹിക്കുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യാറില്ലല്ലോ, ചെയ്യാൻ പാടില്ല. എന്നതുപോലെ തന്നെ നമ്മളുടെ അമ്മോശൻ അമ്മായിയമ്മ അവരോട് മരുമക്കളാണെങ്കിലും സ്വന്തം മക്കൾ എങ്ങനെയാണോ നിൽക്കുക അതുപോലെ തന്നെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനെ നമ്മൾ നയപരമായി കൈകാര്യം ചെയ്യുക എന്നല്ലാതെ അവരെ ഉപേക്ഷിക്കാനോ അവരെവിടെ വെച്ച് പോയി ജീവിച്ചോട്ടെ എന്ന് കരുതാനോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ല എന്ന് തീരുമാനിക്കാനോ ഒന്നും പറ്റില്ല, പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അർത്ഥത്തിൽ സ്വന്തം മാതാപിതാക്കൾക്ക് തുല്യം തന്നെയാണ് തീർച്ചയായിട്ടും അമ്മായിയമ്മ അമ്മാശൻ ബന്ധങ്ങൾ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കാൾ കൂടുതൽ പിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, മുറിച്ച് കളയാൻ പറ്റാത്ത തരത്തിലുള്ള ബന്ധം തന്നെയാണ് മരുമക്കളും അവരുടെ അമ്മോശൻ അമ്മായിയുമായിട്ടുള്ള ബന്ധങ്ങൾ. ആ ഒരു അർത്ഥത്തിൽ കാണുവാൻ, അതിന് പവിത്രത കൽപ്പിക്കുവാൻ, അവരെ പരിചരിക്കുവാൻ, അവരെ ആദരിക്കുവാൻ, അതുവഴി അവരുടെ കൽക്കീഴിലുള്ള സ്വർഗം കരസ്ഥമാക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അവർക്കും അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്കും അവർക്കും അള്ളാഹു എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.